Hello guys, welcome back to our channel. This is me with Mallu എപ്പിസോഡ് ഓപ്പണിംഗ് സീനിൽ ഇപ്പോൾ എല്ലാവരുടെയും 3D മാനുവൽ ഗിയർ അത് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരു പെൺകുട്ടിയോട് ഇപ്പോൾ അവർ ചോദിക്കും, ഈ 3D മാനുവൽ ഗിയർ ഇത് നീ സർവീസ് ചെയ്തത് എപ്പോഴാണ്? അതിനവള് മറുപടി പറയും, 6 ദിവസത്തിന് മുൻപാണ് ഞാനത് ചെയ്തത്. അതായത് ആ ടൈറ്റൻസ് അറ്റാക്ക് ചെയ്ത് ക്ലീനിങ് നടക്കുന്ന ആ സമയം ഒക്കെ എന്ന് പറഞ്ഞ് ആണെങ്കിൽ ഓരോരുത്തരായിട്ട് ഇപ്പോൾ ചെക്ക് ചെയ്തുകൊണ്ടേയിരിക്കും. ഉടനെ 2 സോൾജേഴ്സ് ആണെങ്കിൽ പരസ്പരം സംസാരിക്കും. സത്യത്തിൽ ഇവിടെ എന്താ നടക്കണേ? ആ ഒരു ടൈറ്റൻസ് നമ്മുടെ ശത്രുക്കളല്ലേ? ടൈറ്റൻസിനെ ഇല്ലാതാക്കിയാലും പണിഷ്മെന്റ് ഉണ്ടാവോ? അതിന് കോണി പറയും, സെർച്ചുമായിട്ട് റിലേറ്റ് ചെയ്ത് കൊണ്ടുവന്ന ടൈറ്റൻസ് ആണ്. അവറ്റകളെ പിടിച്ചുകെട്ടി ഇവിടെ ലോക്ക് ചെയ്യാൻ ഒരുപാട് പണിപ്പെട്ടതാണ്. സോ അവറ്റകളെയാണ് ആരോ കൊന്നു കളഞ്ഞത്. അതുകൊണ്ടാണ് ഇപ്രകാരമുള്ള ഒരു ചെക്കിംഗ് ഇവിടെ നടക്കുന്നത്. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, ടൈറ്റൻസിനോട് വളരെയധികം ദേഷ്യവും വെറുപ്പുമുള്ള ആരോ ഒരാളാണ് ഇതിനു പിന്നിൽ. പക്ഷെ മഞ്ഞത്തലൻ അറബിനാണെങ്കിൽ ഒരു കാര്യം തീർത്തു പറയും, ഇപ്പൊ ചെയ്തത് വലിയൊരു തെറ്റ് തന്നെയാണ്. ടൈറ്റൻസിനെ മനസ്സിലാക്കാനും അറിയാനും പറ്റിയ വലിയൊരു അവസരമാണ് ഇപ്പൊ ആരൊക്കെയോ ചേർന്ന് ഇല്ലാതാക്കിയെന്ന് പറയും. ഇവിടെ കൗണിക്കാണെങ്കിൽ അവൻ ഏത് ടീമിൽ ചേരണമെന്ന് അറിയില്ല. കട്ട് ചെയ്ത ജിന്നാണെങ്കിൽ ഒരുപാട് വിഷമത്തില്. സത്യത്തിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് അറിയായിരുന്നെങ്കിൽ ഞാൻ ഒരു കാരണവശാലും നേവി പോലീസ് ടീമിൽ ചേരില്ലായിരുന്നു എന്ന് പറഞ്ഞ് ആ ചിതയിലേക്ക് തന്നെ നോക്കുകയാണ്. മാർക്കോ, ഇതിൽ നീ ഏതാണെന്ന് പോലും എനിക്കറിയാൻ കഴിയുന്നില്ല. ഞാനിപ്പോൾ ഒരു സൈനികനായതുകൊണ്ടാണ് എനിക്ക് അടുത്തത് ആരെയാണ് ടൈറ്റൻ കൊല്ലുന്നതെന്ന് ഓർത്ത് ടെൻഷൻ അടിച്ചിരിക്കേണ്ടി വന്നത്. ഒരു സെക്കൻഡ് അവൻ ഹീറോ പറഞ്ഞ കാര്യങ്ങൾ ആലോചിക്കും. വർഷങ്ങളായിട്ട് അറിഞ്ഞ അറിവ് അത് നമുക്കുണ്ടായിട്ടും ഇതിനെ ഭയന്ന് നമ്മളൊന്നും ചെയ്യാതിരിക്കണോ? ആ കാര്യം ഓർത്ത് ഇപ്പൊ അവനാണെങ്കിൽ ഒരുപാട് കുറ്റബോധം തോന്നും. എനിക്ക് അവൻ പറഞ്ഞത് മനസ്സിലായി. ജിന്നാണെങ്കിൽ അവനോട് തന്നെ പറയും, ജിൻ, നീ വലിയ പവർഫുൾ ഒന്നും അല്ല, എങ്കിലും നിന്നെ കൊണ്ടിത് കഴിയും. നീ ഇനിയും നോക്കി നിൽക്കാനായിട്ട് പാടില്ല. നിനക്ക് വേണ്ടപ്പെട്ട ആയിരങ്ങൾ നിന്റെ മുൻപിൽ മരിച്ചു വീഴുന്നത് ഒരു നോക്കുകുത്തിയെ പോലെ നീ നോക്കി നിൽക്കരുത്. ആ നിമിഷം ജിന്നാണെങ്കിൽ സർവേ കോപ്സിൽ ചേരാനായിട്ട് തീരുമാനം എടുക്കുകയാണ്. കട്ട് ചെയ്ത ഇവിടെ അവന്റെ ഫ്രണ്ട്സ് അവരാണെങ്കിൽ പരസ്പരം പറയും, ജിൻ അവനിപ്പോ സർവേ കോപ്സിൽ ചേരാനായിട്ട് പോവാണ്. അത് കേട്ട് ആനി അവൾ ഞെട്ടും. അവൾക്കാണെങ്കിൽ ആദ്യം അത് വിശ്വസിക്കാനായിട്ട് കഴിയില്ല. ഓണിയാണെങ്കിൽ മനസ്സില്ലാ മനസ്സോട് കൂടെ, അങ്ങനെയാണെങ്കിൽ ഞാനും സർവേ കോപ്സ് ടീമിലേക്ക് ചേരേണ്ടി വരുമല്ലേ? അത് കേട്ട് ആനി പറയും, ആരെങ്കിലും. കൗണിയാണെങ്കിൽ ഇപ്പൊ ആർമിനോട് നീ എവിടെയാണ് ചേരുന്നതെന്ന് ചോദിക്കും. അതിനവൻ പറയും, എനിക്ക് അതിനെക്കുറിച്ചൊരു വ്യക്തമായ തീരുമാനമുണ്ട്, ഞാൻ അതിൽ തന്നെ ചേരും. അത് കേട്ട് ആനിയാണെങ്കിൽ ഇപ്പൊ അവനോട് ചോദിക്കും, എല്ലാ കാര്യങ്ങളും വളരെ മുൻപ് തന്നെ പ്ലാൻ ചെയ്തു വെച്ചു അല്ലേ? നിനക്ക് ശക്തി കുറവാണെങ്കിലും നിനക്ക് നല്ല ബുദ്ധിയാണ്. അത് കേട്ട് അർമിനാണെങ്കിൽ ഇപ്പൊ അവളോട് പറയും, നീ എന്തുകൊണ്ടാണ് മിലിറ്ററി പോലീസ് ചേരാൻ ആഗ്രഹിക്കുന്നത്? അവരാണെങ്കിൽ കാര്യമായിട്ട് ഡിസ്കസ് ഒക്കെ ചെയ്ത് ഇപ്പോ എല്ലാവരുടെയും ആ ഒരു ചെക്കിംഗ് കംപ്ലീറ്റ് ചെയ്യുകയാണ്. പക്ഷെ ആരാണ് ആ ഒരു ടൈറ്റന്മാരെ കൊന്നതെന്ന് അവർക്ക് കണ്ടെത്താനാവില്ല. ഇവിടെ ഗെയ്തറാണെങ്കിൽ അവന്റെ കൂടെയുള്ള സോൾജിയറിനോട് ആരായിരിക്കും അത് ചെയ്തതെന്ന് ചോദിക്കും. അതിനവനാണെങ്കിൽ ക്യാഷ്ലായിട്ട്, എനിക്കറിയില്ല, എനിക്കിപ്പോൾ വരാൻ പോകുന്ന ആ വലിയ യുദ്ധത്തെക്കുറിച്ച് ഓർത്താണ് ടെൻഷൻ മുഴുവൻ. വരാൻ പോകുന്ന അസംബ്ലിയിൽ നമ്മുടെ കൂടെ ചേരാനുള്ള ഏതെങ്കിലും ഗൈഡൻസ് ഉണ്ടാവുമോ? ആ മണ്ടന്മാരെക്കുറിച്ച് ആലോചിക്കുമ്പോൾ എനിക്ക് ചിരിയാണ് വരുന്നതെന്ന് പറഞ്ഞ് ആ സോൾജിയർ ആണെങ്കിൽ ഹീറോയോട് ചോദിക്കും, ഹെറിൻ, നിന്റെ ടീമിൽ ആരെങ്കിലും നമ്മുടെ ടീമിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നുണ്ടോ? അതിന്റെ ഹീറോ ആണെങ്കിൽ ഉണ്ടായിരുന്നു, പക്ഷേ ഇപ്പൊ എനിക്ക് ആ കാര്യത്തിൽ വലിയ ഉറപ്പൊന്നുമില്ല. ഉടനെ ക്യാപ്റ്റൻ ലീവായി ആണെങ്കിൽ ഇപ്പൊ ഹീറോയുടെ അടുത്തേക്ക് വരും. അസംബിൾ തുടങ്ങാനായിട്ട് പോവാണ്. എത്രയും വേഗം നമുക്ക് അവിടേക്ക് പോകണം. 2 കുതിരയുടെ ഡിസ്റ്റൻസിൽ വേണം നീ അവിടെ നിൽക്കാൻ. ഞാൻ നിന്നെ സെർവ് ചെയ്യുന്നു എന്ന വിശ്വാസത്തിലാണ് അവർ നിന്നെ എന്നോടൊപ്പം അയച്ചതെന്ന് പറഞ്ഞ് ആൾ അവിടുന്ന് കടന്നുപോകും. മറ്റൊരു ഭാഗത്ത് ഷാഷാണെങ്കിൽ ജിന്നോട് ചോദിക്കും, സത്യത്തിൽ നീ നിന്റെ തീരുമാനത്തിൽ അതിൽ ഉറച്ചു നിൽക്കുകയാണോ? നിനക്ക് ഭയമൊന്നും തോന്നില്ലേ? അതിന് ജിൻ പറയും, ഇല്ല, എനിക്കിപ്പോൾ ഭയമില്ല. സത്യം പറയുകയാണെങ്കിൽ ടൈറ്റൻസിനോട് എനിക്ക് ഭയമുണ്ട്. പക്ഷേ എനിക്കിപ്പോ ഈ ടീമിൽ ചേരാൻ ആഗ്രഹം തോന്നുന്നുണ്ട്. അത് ക്യാപ്റ്റൻ ലീവായി പറഞ്ഞതുകൊണ്ട് മാത്രമല്ല, എന്റെ അനുഭവങ്ങൾ എന്നെ അവിടേക്ക് കൊണ്ടുവന്ന് എത്തിച്ചതാണ്. പക്ഷെ നിങ്ങൾ ഒരിക്കലും ഞാൻ ആ വിഡ്ഢിയായ എർവിനെ പോലെയാണെന്ന് കരുതരുത്. അങ്ങനെ സംസാരിക്കുന്ന അതേ സമയം തന്നെ അസംബിൾ സ്റ്റാർട്ട് ചെയ്യാനുള്ള അനൗൺസ്മെന്റ് അതവർ കേൾക്കും. ഉടനെ എല്ലാവരും ഇപ്പോ ആ ഒരു സ്ഥലത്തേക്ക് വന്ന് അസംബിൾ ആവും. ഉടനെ എർവിൻ സ്മിത്ത് ആണെങ്കിൽ ഇപ്പൊ എല്ലാവരുടെയും മുൻപിലേക്ക് വന്ന് എല്ലാവരോടുമായിട്ട് പറയും, ഞാൻ സർവേ കോംസിലെ കമാൻഡറാണ്. നിങ്ങൾ ഏത് ടീമിൽ ചേരുന്നുവെന്ന് ഇവിടെ വെച്ച് നിങ്ങൾക്ക് തീരുമാനിക്കാം. സർവേ കോപ്സിലേക്ക് വരാൻ ആഗ്രഹിക്കുന്ന യങ് സോൾജിയേഴ്സിനെ റിക്രൂട്ട് ചെയ്യാനാണ് ഞാൻ ഇവിടേക്ക് വന്നിരിക്കുന്നത്. അടുത്ത് നടന്ന ടൈറ്റൻ പോരാട്ടത്തിൽ നിങ്ങൾ ഒരുപാട് പേര് പങ്കെടുത്തു. മാത്രമല്ല ആ പോരാട്ടത്തിലൂടെ ഒരുപാട് പേര് പലതും മനസ്സിലാക്കിയെന്ന് എനിക്കറിയാം. നമുക്കതിൽ ഏറ്റവും വലിയ നേട്ടം എർനേഗർ എന്ന വലിയൊരു പോരാളിയെ കിട്ടിയതാണ്. മനുഷ്യരാശിയെ സഹായിക്കുക മാത്രമല്ല, ടൈറ്റൻസിന്റെ സീക്രട്ട് എന്താണെന്ന് മനസ്സിലാക്കി ഒരു ടൈറ്റനായി മാറി അവൻ നമ്മളെ എല്ലാവരെയും രക്ഷിക്കാനായിട്ട് ശ്രമിച്ചു. ലാഷണയിലുള്ള എർവിന്റെ വീട്, അതിന്റെ അടിയിലായിട്ടുള്ള ആ ബേസ്മെന്റിൽ ടൈറ്റൻസിനെ കുറിച്ചുള്ള ഒരുപാട് ഇൻഫർമേഷൻ അവന്റെ പപ്പ കളക്ട് ചെയ്തിട്ട് എന്റെ പപ്പ ഓൾറെഡി കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ അവിടേക്ക് എത്താൻ നമ്മളെ കൊണ്ട് കഴിയുകയാണെങ്കിൽ ഉറപ്പായാലും ആ ടൈറ്റൻസിനെ തോൽപ്പിക്കാൻ നമുക്ക് കഴിയുമെന്ന് തന്നെയാണ് നമ്മുടെ വിശ്വാസം. അതൊക്കെ ഇട്ട് നമ്മുടെ മഞ്ഞമുടിയനാണെങ്കിൽ ഷോക്കാവും. ഷൂട്ടിംഗ് സമയത്ത് ഇത്രയും വലിയ സുപ്രധാനമായിട്ടുള്ള കാര്യങ്ങൾ അതിങ്ങനെ പബ്ലിക്കായിട്ട് പറയുന്നത് ശരിയാണോ എന്ന് ഒരു സെക്കൻഡ് അവൻ ചിന്തിക്കും. അപ്പോൾ അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്ത ട്രെയിനിങ് കംപ്ലീറ്റ് ആക്കിയ സൈനികർ അവർ തെരഞ്ഞെടുക്കുന്ന ആ 3 വിഭാഗങ്ങളെക്കുറിച്ച്
ഇപ്പോൾ വെളിവാക്കപ്പെടും. ഏറ്റവും കൂടുതൽ നന്നായിട്ട് പെർഫോം ചെയ്ത, നല്ല സ്കോർ വാങ്ങിയ, ഉയർന്ന റാങ്ക് വാങ്ങിയ ആദ്യത്തെ 10 പേർക്ക് മാത്രമേ മിലിറ്ററി ഫോഴ്സിൽ ചേരാനായിട്ട് കഴിയൂ. അതിനുശേഷം ഉള്ളതാണ് ഗരിസൺ അല്ലെങ്കിൽ സർവേ കോപ്സ്. കൂടുതൽ ആൾക്കാരും ഗരിസൺ ടീമിലേക്കാണ് ചേരാൻ ആഗ്രഹിക്കുക. കാരണം സർവേ കോപ്സ് ടൈറ്റനുമായിട്ട് നേരിട്ട് ഏറ്റുമുട്ടുന്ന ഒരു സോൾജിയർ പടയാണ്. അദ്ദേഹമാണെങ്കിൽ വിളിച്ചു പറയും, സിഗാഷ്നയിലെ ആ ഒരു ബേസ്മെന്റ് ആണ് നമ്മളുടെ ലക്ഷ്യം. വാൾമറിയ അത് തിരിച്ചു പിടിച്ച് നമുക്ക് അവിടേക്ക് പോകണം. ആ വലിയ കവാടം അത് ബന്ധിപ്പിക്കപ്പെട്ടതുകൊണ്ട് തന്നെ കാർണൈസ് നഗരം വഴി ചുറ്റി വളഞ്ഞു വേണം നമ്മൾ അവിടേക്ക് പോവാൻ. നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഭാവികമായിട്ട് ഇപ്പോൾ ഒരു സംശയം ഉണ്ടാകാം, 3D മാനുവൽ ഗിയർ അതുപയോഗിച്ച് ആ മതിലിന് മുകളിൽ നിന്ന് താഴേക്ക് ചാടിക്കൂടെ എന്ന്. പക്ഷേ അങ്ങനെ ചാടിയത് കൊണ്ട് മാത്രം കാര്യമില്ല. നമുക്ക് കഴിക്കാനുള്ള ഭക്ഷണ സാധനങ്ങൾ കൂടെ കൊണ്ടുപോവേണ്ടതുണ്ട്. സോ കുതിരപ്പുറത്ത് നമ്മളുടെ എല്ലാ സാധനങ്ങളുമായിട്ട് വേണം ആ വളഞ്ഞ വഴിയിലൂടെ കടന്നു പോകാൻ. വർഷങ്ങൾക്ക് മുൻപ് ഞങ്ങൾ ക്രിയേറ്റ് ചെയ്ത ആ ഒരു പ്ലാന് അതുപയോഗിച്ച് മുൻപോട്ടേക്ക് പോകാനായിട്ട് കഴിയില്ല. അന്ന് നമ്മൾക്ക് നഷ്ടപ്പെട്ടത് 60% മനുഷ്യരെയും സോൾജിയറിനെയുമാണ്. 4 വർഷം കൊണ്ട് 60% പേരാണ് മരണപ്പെട്ടത്. ഇപ്പോ നിങ്ങൾ ആരെങ്കിലും ഞങ്ങളുടെ ടീമിൽ ചേരാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ 1 വർഷത്തിനുള്ളിൽ തന്നെ മിഷനുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ പുറത്തേക്ക് പോകും. ആ സമയം 30% പേര് മരിക്കാം എന്നതാണ് നമ്മുടെ കണക്ക്. അതുകൊണ്ട് തന്നെ ധൈര്യമുള്ള, പോരാടാൻ ചങ്കൂറ്റമുള്ളവർക്ക് നമ്മളുടെ സർവേ കോപ്സ് ടീമിലേക്ക് കടന്നു വരാം. അല്ലാത്തവർക്ക് ഇപ്പൊ ഇവിടെ വെച്ച് കടന്നു പോവാം. കേൾക്കേണ്ട താമസം ഒരുപാട് പേരോടൊപ്പം അവിടുന്ന് കടന്നു പോവാണ്. ജിന്നാണെങ്കിൽ സർവേ കോപ്സിൽ ചേരാമെന്ന് ഉറപ്പിച്ച് തീരുമാനിച്ചിട്ട് പോലും അവനെ കൊണ്ട് അവിടെ നിൽക്കാൻ കഴിയുന്നില്ല. അവന്റെ മനസ്സ് അവിടുന്ന് കടന്നു പോകാനായിട്ട് പറയാണ്. അവൻ പതിയെ അവിടുന്ന് നീങ്ങും. സഷൻ ടീമും ആണെങ്കിൽ എന്ത് ചെയ്യണമെന്നറിയാതെ 2 മനസ്സുമായിട്ട് നിൽക്കും. ആണെങ്കിൽ കാര്യമായിട്ട് ചിന്തിക്കും, ഞാനിപ്പോ തിരികെ പോയാൽ വെറുതെ ഇരുന്ന് മരിക്കേണ്ടി വരും. ഇവിടെ നിൽക്കുകയാണെങ്കിൽ എനിക്ക് അവറ്റോളോട് ഫൈറ്റെങ്കിലും ചെയ്ത് പൊരുത്തി നിൽക്കാനെങ്കിലും കഴിയും. ഒരുപാട് നേരം പലരും ആലോചിച്ച് അവിടുന്ന് കടന്നു പോവാണ്. കുറച്ചു പേര് മാത്രം അവിടെ നിൽക്കും. കോണിയാണെങ്കിൽ അവിടെ നിൽക്കുന്നവരോട് ചോദിക്കും, നിങ്ങൾക്കെല്ലാവർക്കും കോപ്സിൽ ചേരാൻ പൂർണ്ണ സമ്മതമാണോ? നിങ്ങളോട് മരിക്കാൻ പറഞ്ഞാൽ നിങ്ങൾ മരിക്കുമോ? അതിന് സോൾജിയർ ആണെങ്കിൽ വിളിച്ചു പറയും, ഇല്ല സാർ, ഞങ്ങൾ മരിക്കില്ല. അത് കേട്ട് ഇപ്പോ അദ്ദേഹം പറയും, നിങ്ങളുടെ ആൻസർ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. ആ കമാൻഡർ ആണെങ്കിൽ ഉച്ചത്തിൽ വിളിച്ചു പറയും, നിങ്ങളെ എല്ലാവരെയും ഞാൻ ഇവിടെ വെച്ച് ഇപ്പൊ തന്നെ സർവേ കോപ്സിലേക്ക് ചേർക്കുകയാണ്. അതിനുശേഷം നെക്സ്റ്റ് ഡേ ആണെങ്കിൽ ഒരു സോൾജിയർ അവിടേക്ക് വന്ന് അദ്ദേഹത്തിന്റെ കുതിരയൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കും. പിന്നീട് ക്ലാസ്സിൽ അവർ നടത്താൻ പോകുന്ന ആ വലിയ പ്ലാൻ അതിനെക്കുറിച്ച് വളരെ ഡീറ്റെയിൽ ആയിട്ട് ഒരു കമാൻഡർ പറഞ്ഞു കൊടുക്കും. ഇവിടെ എർവിനാണെങ്കിൽ എവിടെയാണ് നിൽക്കേണ്ടതെന്നോ അവന്റെ പൊസിഷൻ എന്താണെന്നോ ഒന്നും തന്നെ ഇതുവരെ പിടികിട്ടിയിട്ടില്ല. അവന്റെ ഉള്ളിൽ ഒരുപാട് സംശയങ്ങളുണ്ട്. പ്രോപ്പറായിട്ട് ആ ടൈറ്റൻ പവർ അതെനിക്ക് കൺട്രോൾ ചെയ്യാൻ അറിയില്ല. ഇനി എല്ലാവരും കരുതുന്നത് പോലെ ആ സമയത്ത് ടൈറ്റനെ ക്രിയേറ്റ് ചെയ്യാൻ എന്നെ കൊണ്ട് കഴിഞ്ഞിട്ടില്ല എങ്കിൽ അതെന്റെ വലിയ പരാജയമായി തീരും. ആക്ച്വലി നമ്മുടെ കമാൻഡർ പറഞ്ഞത് യഥാർത്ഥ ശത്രുക്കൾ അത് മറ്റാരോ ആണെന്നാണ്. അതിനർത്ഥം കമാൻഡർ എന്തോ ഒന്ന് മറക്കുന്നുണ്ട് എന്നാണ്. എന്തായാലും കുഴപ്പമില്ല, നമ്മുടെ കാര്യങ്ങൾ നമ്മൾ കൃത്യമായിട്ട് നിർവഹിക്കണമെന്ന് പറഞ്ഞ് അവനാണെങ്കിൽ ട്രെയിനിങ് ഒക്കെ കംപ്ലീറ്റ് ചെയ്ത് തിരികെ എത്തും. അപ്പോഴായിരിക്കും ഹീറോ സുഹൃത്തുക്കളായ മഞ്ഞമുടി പയ്യനെയും ചുന്ദരിപ്പണിനെയും കാണുക. അവനാണെങ്കിൽ അവരുടെ പേര് ഉച്ചത്തിൽ വിളിക്കും. അവർ ഹാപ്പി ആയിട്ട് അവന്റെ അടുത്തേക്ക് ഓടി വരികയാണ്. നിങ്ങളെ കണ്ടിട്ട് ഒരുപാട് വർഷങ്ങളായതുപോലെ തോന്നുന്നു. അവരാണെങ്കിൽ സ്നേഹത്തിൽ അവനെ ഹഗ് ചെയ്ത് ചോദിക്കും, ആ ഒരു കുള്ളൻ അവൻ നിന്നെ ഒരുപാട് ഉപദ്രവിച്ചു അല്ലേ? അവനെ എന്റെ കയ്യിൽ കിട്ടും, തീർച്ചയായിട്ടും ഞാൻ അവനെ വെറുതെ വിടില്ല. എനിക്കാണെങ്കിൽ അവൾ ക്യാപ്റ്റൻ ലീവായെ കുറിച്ചാണ് പറയുന്നത് മനസ്സിലാവും. അവനാണെങ്കിൽ ചിരിച്ച് ഇപ്പൊ അവരോട് ചോദിക്കും, നിങ്ങൾ എല്ലാവരും ഈ ടീമിൽ ചേർന്നോ? അപ്പോ ജിൻ, മാർക്കോ, ആനി അവരും അവരുടെ ടീമൊക്കെ മിലിറ്ററി പോലീസ് ടീമിൽ ചേർന്നോ ചോദിക്കും. അപ്പോഴായിരിക്കും ജിൻ അവൻ മുൻപോട്ടേക്ക് കടന്നു വരിക. മാർക്കോ അവൻ മരണപ്പെട്ടു എന്ന് പറയും. അത് കേട്ട് നമ്മുടെ ഹീറോ ഞെട്ടും. എങ്ങനെയാണ് മരിച്ചതെന്ന് ഞങ്ങൾക്ക് ആർക്കും അറിയില്ല, പക്ഷെ ഒന്നറിയാം, അവനിപ്പം ഞങ്ങളോടൊപ്പം ഇല്ല. അത് കേട്ട് ഹീറോയ്ക്ക് ഒരുപാട് വിഷമം തോന്നും. അപ്പൊ മറ്റൊരു ഓഫീസർ അവിടേക്ക് വന്ന് എല്ലാവർക്കും സർവേ കോപ്സിന്റെ പുതിയ യൂണിഫോം അത് കൊടുക്കുകയാണ്. അവരെല്ലാവരും അത് അണിഞ്ഞതിന് ശേഷം ജിന്നാണെങ്കിൽ വീണ്ടും ഹീറോയോട് ചോദിക്കും, നീ ടൈറ്റനായി മാറിയതിനു ശേഷം പെണ്ണിനെ അറ്റാക്ക് ചെയ്തു എന്ന് കേട്ടു, അത് സത്യമാണോ? ഉടനെ അവളാണെങ്കിൽ വിഷയം മാറ്റാനായിട്ട് ശ്രമിക്കും. അടുത്ത നിമിഷം ജിന്നാണെങ്കിൽ അവളോട് സംസാരിക്കാതിരിക്കും. ഒരു ശബ്ദം ഉണ്ടാക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് അവളുടെ മുഖത്തേക്ക് നോക്കും. അവളുടെ മുഖത്തുള്ള ആ ഒരു മുറിവ് അത് ആഴത്തിലുള്ളതാണ്. ഹീറോ ആണെങ്കിൽ അതിലേക്ക് സൂക്ഷിച്ചു നോക്കും. അതെ, ഇതൊരു പക്ഷേ ടൈറ്റൻ ഫോമിൽ ഞാൻ തന്നെ ചെയ്തതായിരിക്കുമെന്ന് ഹീറോ അവൻ തിരിച്ചറിയും. ഇന്നാണെങ്കിൽ ഹീറോയോട് ചോദിക്കും, അപ്പൊ നിനക്കറിയില്ല അവൾ അറ്റാക്ക് ചെയ്തത് ആരാണെന്ന്? സോ ടൈറ്റനായി മാറുമ്പോൾ നിന്റെ ബോധം അത് നഷ്ടപ്പെടാറുണ്ടല്ലേ, കൺട്രോള് നിന്റെ കൈവിട്ട് പോവാറുണ്ടല്ലേ? അതിന് ഹീറോ ആണെങ്കിൽ തല താഴ്ത്തും. ഉടനെ ചുന്ദരിപ്പെണ്ണാണെങ്കിൽ അവനോട് ദേഷ്യപ്പെട്ട് പറയും, നീ എന്തിനാ അവന്റെ മുൻപിൽ വെച്ച് ഇങ്ങനെയൊക്കെ പറയണേ? അതിന് ജിൻ പറയും, ഞങ്ങളുടെ ജീവൻ അങ്ങനെ വെറുതെ ഇല്ലാതാക്കാൻ ഞങ്ങൾ വിഡ്ഢികളല്ല. മാർക്കോയ്ക്ക് എന്ത് സംഭവിച്ചെന്ന് പോലും അവനോ എനിക്കോ ആർക്കും അറിയില്ല. ഞങ്ങൾക്കറിയണം ഞങ്ങൾ എന്തിനു വേണ്ടിയാണ് സർവേ കോപ്സിലേക്ക് വന്നതെന്നും ഇവനെ വിശ്വസിക്കുന്നതെന്നും. അവനാണെങ്കിൽ ഇപ്പൊ എറിന്റെ അടുത്തേക്ക് വന്ന് അവനെ ചേർത്ത് പിടിക്കും. എറിൻ, നിന്നിലാണ് ഞങ്ങളുടെ എല്ലാവരുടെ വിശ്വാസം. അത് കേട്ട് എറിനാണെങ്കിൽ കൂടുതൽ ഷോക്കാവും. അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്ത നെക്സ്റ്റ് ഡേ നമ്മുടെ ആൾക്കാർക്ക് എല്ലാവർക്കും പുറത്തേക്ക് പോകാനുള്ള ആ വലിയ ബെല്ല് അത് മുഴങ്ങുകയാണ്. എല്ലാവരും
പുറത്തേക്ക് പോകാൻ തയ്യാറായി കഴിഞ്ഞു. 2 കുട്ടികളാണെങ്കിൽ എറിനെ തന്നെ നോക്കും. അതിനുശേഷം ആണ് സർവേ കോപ്സ്. അവരുടെ പുറകിലുള്ളതാണ് വിങ്സ് ഓഫ് ലിബർട്ടി. എല്ലാവരെയും കാണാൻ എന്ത് ഭംഗിയാണല്ലേ. ഉടനെ കമാൻഡർ ആണെങ്കിൽ എല്ലാവരും റെഡി അല്ലേ എന്ന് കോപ്സിനോട് ചോദിക്കും. അടുത്ത നിമിഷം ഗേറ്റ് ഓപ്പൺ ആവും. എല്ലാവരും പുറത്തേക്ക് അങ്ങനെ കുതിച്ചു പായാണ്. 57ാമത് പര്യവേഷണം അത് നമ്മൾ ആരംഭിച്ചിരിക്കുന്നു എന്ന് എർവിൻ പറയുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡ് അവസാനിക്കുന്നു.